അട്ടപ്പാടിയിൽ മതിലിടിഞ്ഞ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായത്. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരാളെയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെ എന്ന്, ഒരാളെയെങ്കിലും തിരിച്ചു കിട്ടിയേനെ എന്ന് പറയുകയാണ് ആ സഹോദരങ്ങളുടെ, ആ കുട്ടികളുടെ അമ്മ. മറ്റു വാഹനം കിട്ടാതെ വന്നപ്പോൾ സ്കൂട്ടറിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് അമ്മ ദേവി പറഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുമര് വീണാണ് ദേവിയുടെ രണ്ട് മക്കളും മരിച്ചത്. വീടിന്റെ ചുമര് പൊട്ടിട്ട് ഭിത്തി അതിന്റെ മുകളിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടിന്റെ കുട്ടികളുടെ താഴെയായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു. മറ്റേ ഭിത്തി താഴെ പൊട്ടിട്ട് പൊട്ടിയ ശബ്ദം കേട്ടിട്ട് ഞങ്ങളെല്ലാവരും ഓടിപ്പോയി നോക്കുമ്പോൾ ഒരാൾ കുഴപ്പമില്ലായിരുന്നു. ബാക്കി രണ്ടുപേരുടെ മേലായിരുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും ഇതൊക്കെ കയറിയിട്ടുണ്ട്. ഒരാളെടുത്ത് നോക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ട്. മറ്റേ ആൾ കുറച്ചങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ടൈമായി. റോഡ് ബ്ലോക്കാണ്, റോഡവിടെ പണിത് കൊണ്ടുപോയിക്കാം. VS ഗോകുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഒരാളെയെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്ന് ആ അമ്മ പറയുമ്പോൾ എത്രത്തോളം വേദനയുണ്ട് ആ വാക്കുകളിൽ? അവിടുത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് കേട്ടു, ഒന്ന് വന്ന് നോക്കണം അട്ടപ്പാടിയിലെ ഊരുകളുടെ അവസ്ഥ എന്താണെന്ന്. ഇത്ര കാലമായിട്ടും അവർക്ക് പുറം ലോകവുമായി അവരെ ബന്ധിപ്പിക്കാനുള്ള ഒരു ഗതാഗത സൗകര്യവും ഇപ്പോഴും ലഭ്യമല്ലേ ഗോകുൽ അവിടെ? ഇത് കരിവാര ഊര് എന്ന് പറയുന്ന ഒരു ഊരാണ്. ഇത് സൈലന്റ് വാലിയോട് ചേർന്ന് നടക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. വളരെ ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. കാരണം ആ പ്രദേശത്തേക്ക് ഇപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു 4 വീൽ ജീപ്പിലല്ലാതെ പോകാൻ കഴിയില്ല. ഇപ്പോൾ ചില നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന മൂലം അതുപോലും കഴിയാത്ത അവസ്ഥയാണ്. സ്കൂട്ടറിലാണ് അങ്ങോട്ട് പോകാൻ കഴിയും. ഒരു വാഹനം പോലും വരാത്ത സ്ഥിതിയായിരുന്നു എന്നുള്ളതാണ് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത്. തുടർന്ന് ഒരു ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിൽ ഒരു കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. തന്റെ മടിയിൽ വച്ചപ്പോൾ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്നാണ് അമ്മ പറയുന്നത്. ഒരു കുട്ടിയെങ്കിലും വാഹനം എത്തിച്ച് വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു കുട്ടിയെങ്കിലും രക്ഷിക്കാൻ കഴിയാമായിരുന്നു എന്നുള്ള അമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. അത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യം തന്നെയാണ് അട്ടപ്പാടിയിലുള്ളത് എന്ന് തന്നെ പറയാം. അത് മാത്രവുമല്ല, ഈ വീട് എന്ന് പറയുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന വീടെന്ന് പറയുമ്പോൾ തന്നെ അതിൽ 8 വർഷം മുൻപ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ച വീടാണ്. ITDP പണി കൊടുത്ത വീടാണ്. അതിന്റെ ഫണ്ട് പൂർത്തിയായപ്പോൾ അത് പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾ അപകടാവസ്ഥയുള്ളത്, 8 വർഷം നിർമ്മാണം നടക്കാതെ കിടക്കുന്ന വീടെന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായും ബലക്ഷയം ഉണ്ടാകും. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. കുട്ടികളാവുമ്പോൾ അവിടേക്ക് കളിക്കാൻ പോകും. അതൊക്കെ തന്നെ അപകടം വിളിച്ചു വരുത്തുന്നതാണ്. അത് അട്ടപ്പാടിയിലെ പല വിദൂര ഊരുകളിലും ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളും ഒക്കെ പറയുന്നത്. അതൊരു വലിയ ഗുരുതരമായ വിഷയമാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ആ കുട്ടികൾക്ക് കൃത്യമായൊരു വാഹനം ലഭ്യമായിരുന്നെങ്കിൽ, പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നാണ് ആ കുട്ടിയുടെ അമ്മ പറയുന്നത്. ഗോകുൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ ഒക്കെ ആരോപണം വരുന്നുണ്ട്, അതുകൂടി ഞാൻ കേട്ട് ഗോകുലിലേക്ക് മടങ്ങി വരാം. ഈ പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ചുമരിടിഞ്ഞ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ അപകടത്തിന് കാരണം ITDPയുടെ അനാസ്ഥയെന്ന് ആരോപിക്കുകയാണ് കോൺഗ്രസ്. ITDP നിർമ്മാണം ആരംഭിച്ച നിരവധി വീടുകൾ ഇപ്പോഴും പാതി വഴിയിൽ തീരാതെ കിടക്കുന്നുവെന്നാണ് ആരോപണം. കരുവാര ഉന്നതിയിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ആദി, അജിനേഷ് എന്നീ കുട്ടികളാണ് മരിച്ചത്. സ്വിച്ച് ഓഫ് എന്ന് പറയും, പാട്ടോ കാർജിങ്ങര എന്ന് പറയും. ഞാൻ പിടിച്ചപ്പോൾ ആ ഒരു സ്ഥലത്തിലുണ്ടാവില്ല, ഒന്ന് വേറെ പണിയിൽ പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പ്രൊമോട്ടർ പറയുന്നത്. അപ്പോൾ മെമ്പറും അങ്ങനെ ഒരു ആഴ്ചയിലോ മാസത്തിലോ അങ്ങനെ വന്ന് നോക്കിയാലും മതി. മെമ്പർ ഈ ഭാഗത്ത് കിടക്കുന്നേ ഇല്ല. വോട്ടിന് മാത്രം മെമ്പർ വരുള്ളൂ. ദാരുണമായ സംഭവമാണ് നടന്നത്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒന്നും അറിയാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. ഇത് ITDP ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 1 വർഷം മുമ്പ് ഇതേ മാതൃഭൂമി ചാനലിൽ ഈ വിഷയം ഉന്നയിച്ച് റിപ്പോർട്ട് വന്നതാണ്. ഏതാണ്ട് ഒരു 800ഓളം വീടുകളാണ് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ഹഡ്കോ അതുപോലെ തന്നെ TSP ഫണ്ടുകളുമായി ഇങ്ങനെ പാതി വഴിയിൽ വീട് പണി നിലച്ചിരിക്കുകയാണ്. ഈ വീടുകളെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ബലക്ഷയം, ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കണം. ഈ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പ്ലാസ്റ്റിക് ഷെഡിനുള്ളിൽ കഴിയുകയാണ്. 1 വർഷം മുൻപ് ഇപ്പോൾ പൊതുപ്രവർത്തകൻ പറഞ്ഞതുപോലെ മാതൃഭൂമി ന്യൂസ് പലതവണ അട്ടപ്പാടിയിലെ ഊരുകളിലെ പ്രശ്നങ്ങൾ അത് പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. പലതവണ പരമ്പരകളായും വാർത്തകളുമായും ഒക്കെ നൽകിയതാണ്. പക്ഷെ അതിലൊന്നും ഒരു നടപടിയും ഇന്നും ഉണ്ടായില്ല. മാസത്തിൽ ഒരിക്കലെങ്കിലും മെമ്പർ അവിടേക്കൊന്ന് വന്നിരുന്നുവെങ്കിൽ എന്നാണ് അവിടെയുള്ള മനുഷ്യർ പറയുന്നത്. VS ഗോകുൽ തുടരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ഗോകുൽ, ഇപ്പോൾ
ഇത് ഇങ്ങനെയൊരു വലിയ അപകടം നടന്നതുകൊണ്ട് ചർച്ചയായി എന്നുള്ളതാണ്. അതല്ലാതെ അവിടെ നടക്കുന്ന അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതൊന്നും കാണാനും പരിഹാരം കാണാനും ആരും അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നാണ് അവിടുത്തെ മനുഷ്യർ പറയുന്നത്. ഗൂഗിൾ തീർച്ചയായും ഒരു വളരെ ഗുരുതരമായുള്ളൊരു വിഷയമാണ്. കാരണം ഇത്തരത്തിലൊരു വീടിൻ്റെ പണി ഫണ്ടില്ലാത്തത് കൊണ്ട് 8 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം അതിൽ വിഷയത്തിൽ ഗുരുതരമുണ്ട്. ഒരു വീട് മാത്രമല്ല, അങ്ങനെ നിരവധി വീടുകൾ. ഇതിനിടയിൽ പലതരത്തിൽ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ചില ഇടനിലക്കാർ ഇവരെ പറ്റിച്ചു പോയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആ പണി തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ പണി തുടങ്ങി പകുതിയായപ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന, പൈസ ലഭിക്കുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ മുൻപ് പലതവണ വന്നിട്ടുണ്ട്. ഈ വീടുകൾ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ പലപ്പോഴും ഫണ്ടാകും, ഇന്നാകും, നാളെ ആകും എന്ന് പറയും, പക്ഷെ ആകുന്നില്ല. ആ വീടുകളുടെ നിർമ്മാണം നടക്കുന്നില്ല. ഇതിൽ പ്രധാന അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ITDP ഒരു ഫണ്ട് അനുവദിക്കും, ഓരോ വീടിനും ഒരു നിശ്ചിത തുക അനുവദിക്കും. പക്ഷേ ഇത് വിദൂര ഊരുകളാകുമ്പോൾ കൂലിച്ചെലവൊക്കെ കൂടുന്നതുകൊണ്ട് തന്നെ ആ പണത്തിനൊന്നും തന്നെ ഈ വീട് നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അങ്ങനെ പണം കഴിയുന്ന മുറയ്ക്ക് അത് അവിടെ നിന്നു പോകുന്ന ഒരു സ്ഥിതി വരും. പല വീടുകളുടെയും ഈ ചുമരോ അല്ലെങ്കിൽ ചുമരൊക്കെ ആകുമ്പോൾ തന്നെ ആ വീടിന്റെ പണി നിൽക്കും, അല്ലെങ്കിൽ വാർക്ക കഴിയുമ്പോൾ തന്നെ പണി നിൽക്കും എന്നുള്ള സ്ഥിതിയൊക്കെ വരും. അതാണ് പലപ്പോഴും ഈ അപകടം ഉണ്ടാക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പിന്നെ നിന്നു പോകുമ്പോൾ കാട് കയറുന്നു, ബലക്ഷയം വരുന്നു. അത് വീണാണ് ഇന്നലെ 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്. ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടിയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണ് കുട്ടികൾ മരിച്ചതിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിദാരിദ്ര്യർ ഇല്ല എന്ന് പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്കൊന്ന് പോകണമെന്നും ദൗർഭാഗ്യകരമായ സംഭവമാണിതെന്നും VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്കൊന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. അവിടുത്തെ സ്ഥിതി കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ചാൽ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, അവിടുത്തെ യാഥാർത്ഥ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ, അല്ലാതെ പുറമേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ. ഇപ്പോൾ നമുക്കൊപ്പം സാമൂഹ്യ നിരീക്ഷകൻ സണ്ണി M കപ്പിക്കാട് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സണ്ണി M കപ്പിക്കാട്, ഈ കഴിഞ്ഞ ദിവസമാണ്, കേരളപ്പിറവി ദിവസത്തിലാണ് നമ്മൾ അഭിമാനകരമായൊരു നേട്ടം നമ്മുടെ നാട് കൈവരിച്ചത്. അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് കരകയറ്റി എന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ അട്ടപ്പാടിയിലെ ഊരുകളിലേക്ക് ഇപ്പോഴും വെള്ളവും വെളിച്ചവും റോഡും ഒന്നും എത്തിയിട്ടില്ല. ഒരു അപകടമുണ്ടായാൽ അവർക്ക് അവരുടെ മക്കളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ ഇപ്പോഴും സൗകര്യമില്ല. അത് അവർ പറയുകയാണ്, ആ 2 കുട്ടികളിൽ ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു, എന്തെങ്കിലും ഒരു വാഹനം കിട്ടിയിരുന്നുവെങ്കിൽ ആ അമ്മ പറയുകയാണ്. അപ്പോൾ എവിടെയാണ് ചേർത്ത് നിർത്തൽ, എവിടെയാണ് കൈത്താങ്ങാകുന്നത്? ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണണം. ഭരിക്കുന്നവരും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും ചിക്കപ്പുറം നമ്മളുടെ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആദിവാസി സമൂഹത്തിന് എന്ത് സംരക്ഷണമാണ് ഈ ഭരണാധികാരികൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത്? ഇത് ഒരു ചെറിയ കാര്യം. 2 കുട്ടികളാണ് മരിച്ചു വീണെന്ന് ഓർക്കണം. കുറച്ച് വർഷങ്ങൾ ഒരു ചെറുപ്പക്കാരനെ, മാനസിക വിഭ്രാന്തിയുള്ള ചെറുപ്പക്കാരനെ ചവിട്ടിക്കൊന്നൊരു സ്ഥലമാണ് അട്ടപ്പാടി. അതിനുശേഷം ഒരു ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് തല്ലുന്നത്, ആദിവാസി ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് തല്ലുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഈ മലയാളികൾക്കൊക്കെ കൂട്ടത്തോടെ ഭ്രാന്തായിട്ടുണ്ട്. ഈ ആദിവാസി സമൂഹത്തെ ഇത്ര നിർലജ്ജമായി ആക്രമിക്കുവാനും അവരുടെ ഫണ്ട് തട്ടിയെടുക്കുവാനും അവരുടെ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുവാനും അവർക്ക് ജനിതക രോഗങ്ങൾ വന്നാൽ ചികിത്സ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ മോശമായൊരു സ്ഥലമാണ് കേരളമെന്ന് നമ്മൾ അംഗീകരിക്കണം. കേരളം എന്തോ വലിയ മാന്യമായ സ്ഥലമാണെന്നും അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ല. യഥാർത്ഥ കേരളം വളരെ മോശമായ സ്ഥലമാണ്. ഇത്തരം മനുഷ്യർ രക്ഷിക്കപ്പെടേണ്ടവരാണെന്ന് അവർക്ക് തോന്നാതിരിക്കുകയും കേരളത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്ന് തന്നെ ഞങ്ങളത് പറഞ്ഞിരുന്നു, ഇത് തട്ടിപ്പാണ്, ശരിയല്ല. ഇവിടെ അതിദരിദ്രരുണ്ട്, പാവപ്പെട്ട മനുഷ്യരുണ്ട്, സഹായം ആവശ്യമുള്ളവരുണ്ട്, അവർക്കത് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ മേനി നടിക്കുകയാണ്. 2 കുട്ടികളുടെ ജീവനാണ് പൊരിഞ്ഞത്. ഇതിൽ സങ്കടം തോന്നാത്ത മലയാളികൾ എത്ര നികൃഷ്ടരായ ഒരു സമൂഹത്തെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഗവൺമെന്റ് സംവിധാനം അവിടെ ഇല്ലാതില്ല. ആ സംവിധാനം മുഴുവനും ആദിവാസികൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ രാജമാണിക്യ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്ത മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഭൂമി തട്ടിപ്പിന് കൂട്ടുനിന്നാ കണ്ടെത്തിയത്.
അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കണ്ടെത്തിയത്. ഒന്ന് ഓർക്കണം, നമ്മൾ ഇവിടുത്തെ ആദിമ ജനസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ, മാനുഷിക വിരുദ്ധമായ സമീപനത്തിന്റെ ഇരകളാണ് ആ കുട്ടികൾ. ഇരകൾ. ആ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വെച്ചു കൊടുക്കുന്ന വീടിടിഞ്ഞ് വീടാണെന്ന് ആദിവാസികൾ മരിച്ചത്. ചെറിയ കാര്യമാണ്. എനിക്ക് വളരെ വലിയ അപകടം. വളരെയധികം നന്ദി ശ്രീ സണ്ണി എം കപ്പികാട് സംസാരിച്ചതിന്. ചൂണ്ടിക്കാണിച്ചതെല്ലാം പ്രസക്തമായ കാര്യങ്ങളാണ്. സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് നേരത്തെ വരേണ്ടതാണ്, ഇനിയെങ്കിലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 8 വർഷമായി ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രം പണി പൂർത്തിയാക്കാൻ കഴിയാത്ത എത്രയോ വീടുകൾ അവിടെ പാതി വഴിയിൽ നിലച്ചു നിൽക്കുകയാണ്. അതിൽ ഒന്നിന്റെ മതിലിടിഞ്ഞു വീണാണ് ഈ 2 കുട്ടികൾക്ക്, ഈ 2 പിഞ്ചോമനകൾക്ക് ജീവൻ നഷ്ടമായത്. അട്ടപ്പാടിയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണ് സഹോദരങ്ങളായ കുട്ടികൾ മരിച്ചതിൽ ബോധപൂർവം വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അപകടകരമായ രീതിയിലുണ്ടെങ്കിൽ അതും പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി. അതിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പരിശോധിക്കും തീർച്ചയായിട്ടും. അങ്ങനെ ഒരു പരാതി ബോധപൂർവ്വം എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കും, ഗൗരവമായി തന്നെ പരിശോധിക്കും. ഇതിപ്പോ ITDPയുടെ വീടാണോ തകർന്നു പോകുന്നത്? അങ്ങനെ അത്തരം കാര്യം അത് വളരെ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കും. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, ജീർണിച്ച കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും.